ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് ഒരു ഡ്രൈവിംഗ് ബീച്ചുണ്ട്. അപ്പോൾ അവിടത്തേക്ക് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം എനിക്കൊന്ന് ഇന്ത്യയിൽ തന്നെ കുറച്ച് സ്ഥലങ്ങളിൽ ഡ്രൈവിംഗ് ബീച്ചൊക്കെ ഉള്ളൂ തോന്നുന്നുണ്ട്. അതിൽ കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നത് ഒന്നേ ഉണ്ടെന്ന് ഒന്നാണെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഞാൻ വെറുതെ ജസ്റ്റ് ഗൂഗിൾ ചെയ്യുമ്പോൾ നമ്മുടെ വടകരയുള്ള ഒരു ബീച്ചും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കണ്ടത്. വടകരയുള്ള ഒരു ബീച്ചിൽ ഡ്രൈവിംഗ് ചെയ്യാൻ പറ്റുമെന്നാണ് കണ്ടത്. പിന്നെ അതുപോലെ പുറത്ത് നമ്മുടെ ചെന്നൈയിലുള്ള മറീന ബീച്ച്, പിന്നെ ബോംബെയിലുള്ള ജൂഹു ബീച്ചൊക്കെ, പിന്നെ കൽക്കട്ടയിൽ, അതായത് വെസ്റ്റ് ബംഗാളിലെ ഏതൊരു ബീച്ചും കൂടി ഞാൻ കണ്ടിരുന്നു. അങ്ങനെ കുറച്ച് യൂണിക്കായിട്ടുള്ള കുറച്ച്, അതായത് 3-4 ബീച്ചേ ഉള്ളൂ തോന്നുന്നുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ ഈ നമ്മുടെ കണ്ണൂർ നമ്മുടെ അത്ര അടുത്തല്ലേ, 10-25 കിലോമീറ്റർ നമുക്ക് പോകണ്ട, 20 കിലോമീറ്റർ ഉള്ളൂ തോന്നുന്നുണ്ട് പാപ്പിനിശ്ശേരിയിൽ നിന്ന്, 20-25 ഇടയിൽ. അപ്പോൾ അവിടെ വിസിറ്റ് ചെയ്യണമെന്ന് കുറേ നാളെ മുമ്പ് പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കുറേ നാളെ അവിടെ പോകാത്ത. അപ്പം അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണമെന്ന് കുറേ നാളെ ആഗ്രഹിക്കുന്നത്. അപ്പം ഇന്നവിടെ ഏതായാലും ഒന്ന് പോയി കളയാം. എന്നാൽ പിന്നെ നിങ്ങൾക്ക് കൂടി കാണാമല്ലോ അത്. പിന്നെ വേറെ കാര്യം പറയുക വെച്ചാൽ, ഇപ്പം നമ്മുടെ പോകുന്ന വഴിക്ക് പാപ്പിനിശ്ശേരി പഞ്ചായത്ത് തന്നെ 1-2 പുതിയ കാര്യങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട് പാപ്പിനിശ്ശേരി പഞ്ചായത്തിൻ്റെ വക. അപ്പോൾ അതും കൂടി ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് കണ്ടിട്ട് നേരെ അങ്ങോട്ട് പോകാം. ഇതാണ് നമ്മുടെ പാപ്പിനിശ്ശേരി പഞ്ചായത്തിൻ്റെ ഒരു ഹാപ്പിനെസ് പാർക്ക് എന്ന് പറയുന്നത്. ഇവിടെ ആദ്യമൊക്കെ ഭയങ്കര ഒരു കച്ചറയുടെ സ്ഥലങ്ങളിലായിരുന്നു, വണ്ടികളൊക്കെ കച്ചറൊക്കെ വലിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് പഞ്ചായത്തിൻ്റെ ഒരു സ്കീമിൽ, മാലിന്യമുക്ത നവകേരളം സ്കീമിലാന്ന് തോന്നുന്നുണ്ട്, ഇവരിത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഹൈവേ റോഡ് തന്നെയാണുള്ളത്. നമ്മുടെ പഞ്ചായത്തിൻ്റെയും ചുങ്കത്തിൻ്റെയും ഇടയിലുള്ള ഈ കൃഷ്ണപള്ളിക്ക് അടുത്തുള്ള നല്ല ചെടികളൊക്കെ പിടിപ്പിച്ചു. പഴയ മരങ്ങളൊക്കെ നിലനിർത്തി, ഒന്നും മുറിച്ചു മാറ്റണമൊന്നും വന്നിട്ടില്ല. അതിൻ്റെ ചെറിയ ചെറിയ ചില്ലകളൊക്കെ ഒന്ന് ഇതാക്കിയിട്ട് നല്ല ഇരിപ്പിടങ്ങളും അങ്ങനത്തെ സൗകര്യങ്ങളാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം വൈകുന്നേരങ്ങളിലൊക്കെ ഫാമിലി ആയാലും ബാച്ചിലേഴ്സ് ആയാലും കുട്ടികൾക്കെല്ലാം വന്ന് ഇരുന്ന് കളിക്കാനും ഊഞ്ഞാലയും, കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഊഞ്ഞാലൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല വലിയാക്കി ഇരിക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് ഇവിടെ. അപ്പം നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്ന വിചാരിക്കുന്നു, വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന വിചാരിക്കുന്നുണ്ട്. ഈ സമയത്തെ കുറച്ച് വെയിലുണ്ട്, ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നടുവിലൊക്കെ നല്ല ലൈറ്റിലൊക്കെ കൊടുത്തിട്ട് നൈറ്റിലും വന്ന് ഇരുന്ന് ഇതാക്കേണ്ട, യൂസ് ചെയ്യേണ്ട നല്ലൊരു ഇത് ആക്കിയിട്ടുണ്ട് ഇവർ. ഇത് പാപ്പിനിശ്ശേരി പഞ്ചായത്തിൻ്റെ വകയുള്ള വാട്ടർ ATM ആണ്. ഇവിടെ നമ്മൾ ഗൂഗിൾ പേ സ്കാൻ ചെയ്തതിനു ശേഷം നമുക്ക് കുപ്പി കൊണ്ടുവന്നു കഴിഞ്ഞാൽ 1 ലിറ്ററിൻ്റെ വെള്ളത്തിന് 1 രൂപയും, പിന്നെ കോൾഡ് വാട്ടർ, അതായത് തണുത്ത വെള്ളമെങ്കിൽ 2 രൂപയും, പിന്നെ 10 ലിറ്ററിൻ്റെ സാധാ വെള്ളത്തിന് 5 രൂപയും, 10 ലിറ്ററിൻ്റെ കോൾഡ് വാട്ടറിന് അവർ ചാർജ് ചെയ്യുന്നത് 10 രൂപയാണ്. അപ്പോൾ നമ്മൾ പാത്രം കൊണ്ടുവരണം, പിന്നെ കറണ്ട് ഉണ്ടായിരിക്കണം, അതേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. ഇതിപ്പോൾ പാപ്പിനിശ്ശേരി മുതൽ, അതായത് വളവട്ടണം മുതൽ പാപ്പിനിശ്ശേരി വരെയുള്ള ഇതിൻ്റെ ട്രാഫിക് നിയമത്തിൻ്റെ, അതായത് ട്രാഫിക് പരിഷ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ 1 വേ ആക്കിയതാണ്. ഇവിടുന്ന് ചുങ്കത്തേക്ക് വന്ന് കയറുന്നതാണ്. നമ്മുടെ വളവട്ടണം പാലം തിരിയുമ്പോൾ തന്നെ അവിടുന്ന് നേരെ ലെഫ്റ്റോട്ട് പോകണം, പഴയങ്ങാട് റോഡിലേക്ക്. അപ്പോൾ അവിടുന്ന് തിരിഞ്ഞ് കഴിഞ്ഞിട്ട് നേരെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് റൈറ്റിലേക്ക് റോഡ് കിട്ടും, പിന്നെ നേരെ പഴയങ്ങാടേക്ക് പോകും. അപ്പോൾ പഴയങ്ങാടി പോകുന്നവർ നേരെ അങ്ങോട്ട് പാലം കയറി പോകണം. ഇതിപ്പോൾ റൈറ്റിലേക്ക് തിരിഞ്ഞ് കഴിഞ്ഞാൽ ആ റോഡിൽ വന്ന് കയറും. പിന്നെ ഇത് അങ്ങോട്ടേക്ക് നമ്മുടെ കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡിൽ 1 വേ ആയതുകൊണ്ട് ഇപ്പം ഇങ്ങോട്ടേക്ക് വാഹനങ്ങളൊന്നും വരുന്നില്ല, എല്ലാം അങ്ങോട്ടേക്ക് പോകുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് സുഖമായിട്ട് നമുക്ക് പ്രശ്നമില്ലാണ്ട് പോവാം. അതുപോലെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പഴയങ്ങാടി പോകേണ്ടവർ ഇവിടുന്ന് റൈറ്റ് എടുക്കണം, കണ്ണൂർ പോകേണ്ടവർ ഇവിടുന്ന് ലെഫ്റ്റ്. ഇത് ബോർഡ് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇപ്പോൾ ഇവിടെ പഴയങ്ങാടി റൈറ്റും കണ്ണൂർ ലെഫ്റ്റ് എന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ലെഫ്റ്റ് കണ്ണൂരേക്ക് പോവുക, അവിടുന്ന് ജംഗ്ഷനിൽ റൈറ്റ്. അങ്ങനെ നമ്മൾ മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിൽ എത്തിയിട്ടുണ്ട്. ഇത് ഏകദേശം എനിക്കൊന്ന് 4 കിലോമീറ്റർ നീളത്തിലാണ് ഈ ഡ്രൈവിംഗ് ബീച്ച് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ പണി ഇപ്പോൾ നടക്കുന്നുണ്ട്. എനിക്കൊന്ന് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് കേരള ഗവൺമെൻറ് ചെയ്യുന്ന ഒരുപാട് പ്രൊജക്ട്സിലും കണ്ടിരുന്നു. അവിടെ സൈഡിൽ നമുക്ക് ആ ഭാഗത്തേക്ക് കൊണ്ട് പോവാം. ഇതിപ്പോൾ നമ്മൾ ഇവിടുന്ന് തുടക്കത്തിൽ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് കയറിയതാണ്. ഇതാ ചേട്ടന്മാരൊക്കെ ഒരുപാട് ആൾക്കാർ വലയിട്ടിട്ട് മീൻ പിടിക്കുന്നുണ്ട്. ഇതിലെത്രത്തോളം മീൻ കിട്ടുമെന്ന് അറിയില്ല, കാരണം ഇത് കരയിൽ നിന്ന് തന്നെ പിടിക്കുന്നവർ, കിട്ടുമായിരിക്കാം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവരിങ്ങനെ വല വലിക്കുന്നവരാണ്, മീനൊന്നും കണ്ടിട്ടില്ല ഇതുവരെ. കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഏകദേശം ഈവനിങ് സന്ധ്യ ആവാറായി, സൂര്യൻ അസ്തമിക്കാൻ വേണ്ടി ഇങ്ങനെ ഏകദേശം ആയിപ്പോയി. ഒരുപാട്
ആൾക്കാർ അത്യാവശ്യമുണ്ട്, അങ്ങനെ കുറേ ഇല്ല, എന്നാലും പിന്നെ വൈകുന്നേരങ്ങളിൽ എനിക്ക് തോന്നുന്നു ഈ ഭാഗത്തുള്ള ആൾക്കാരായിരിക്കാം. പിന്നെ വണ്ടികൾ അത്യാവശ്യം ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു കുറേ കടകളൊക്കെ ഓപ്പണും ഉണ്ട് ഇവിടെ. അതാണ് കാരണം, അതിനനുസരിച്ചുള്ള ആൾക്കാർ വരുന്നതുകൊണ്ടായിരിക്കാം അവരൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്നത്. പിന്നെ ഈ ഭാഗത്ത് എന്ന് വെച്ചാൽ മെയിനായിട്ട് എന്താ പറയുക, നമ്മുടെ തലശ്ശേരി ആ ഭാഗത്ത് നിന്ന് ഒരുപാട് ആൾക്കാർ, അവർക്ക് തലശ്ശേരി ബീച്ചുണ്ടെങ്കിലും അവിടെ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. പിന്നെ മെയിനായിട്ട് നമ്മുടെ ഈ വയനാട് ഏരിയ എന്നെല്ലാം കൂടുതൽ ആൾക്കാർ വരുന്നത്. ആ ഭാഗത്ത് പിന്നെ കടലേ ഇല്ലാത്തതുകൊണ്ട് അവരൊക്കെ എന്താ പറയുക, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ ആ ഭാഗത്തുള്ളവർ കൂടുതലാണ്. ഇരിട്ടി, പിന്നെ ഇരിട്ടിൻ്റെ പല ഭാഗവും, മട്ടന്നൂർ, വയനാട്, അങ്ങനെ ഓരോ സ്ഥലങ്ങൾ. അപ്പോൾ അവിടെ നിന്നൊക്കെ കൂടുതൽ നമ്മൾ കണ്ണൂരിലുള്ളവർക്ക് കൂടുതൽ അടുത്ത് നമ്മുടെ പയ്യാമ്പലം ബീച്ചും പിന്നെ മാട്ടൂൽ അങ്ങനെ ബീച്ചൊക്കെ ഉള്ളതുകൊണ്ട്, ചാൽ ബീച്ച്, അതൊക്കെ നമ്മൾ ആ ഭാഗം നമ്മൾ പോകുന്നതുകൊണ്ട് ഈ ഭാഗത്ത് അങ്ങനെ വരുന്നില്ല. അപ്പം ഇവർക്ക് ഈ ഭാഗത്തുള്ളവർക്ക്, അതായത് ഈ പറഞ്ഞ ഈ വയനാട് ഏരിയ, ഇരിട്ടി ഏരിയ ഒക്കെ അവർക്ക് ഈ ഭാഗം എളുപ്പത്തിലെത്താൻ പറ്റുന്നുണ്ട്. പിന്നെ ഒന്നാമത് ഇവിടെ ഡ്രൈവിംഗ് ബീച്ചും കൂടി ആയതുകൊണ്ട് എല്ലാവർക്കും ഒത്തിരി സൗകര്യമാണ്. പിന്നെയെന്ന് വെച്ചാൽ ഈ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുട്പാത്തിനുള്ള വർക്ക് നടക്കുന്നത്. അത് കേരള ഗവൺമെൻറ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നവർ ഫുൾ നവീകരിക്കുന്നുണ്ട്. അപ്പം നല്ല ഫുട്പാത്തും കാര്യങ്ങളാക്കി നല്ല പാർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഭാവിയിൽ എല്ലാവർക്കും ഉപയോഗപ്പെടുന്നു വിചാരിക്കുന്നു. പിന്നെ ഈ ഭാഗത്ത് അങ്ങനെ അധികം ആൾക്കാരും വരാറില്ല. ഞാനും ആദ്യമായിട്ടാണ് ഈ ഭാഗം ശ്രദ്ധിച്ചത്. അപ്പോൾ ഒരു 1-2 വണ്ടി പോകുന്നതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്ന് നോക്കിയതാണ്. അപ്പോൾ വന്ന് നോക്കുമ്പോഴത്തേക്കും അടിപൊളി, നല്ല എന്താ പറയുക, സൂപ്പർ സ്ഥലം. ആ ഏരിയൻ്റെ ഇതേ അല്ല, ഇവിടെ എത്തുമ്പോൾ ഒരു മാറി മൊത്തത്തിലൊരു എന്താ പറയുക, ഒരു കായലോ അല്ലെങ്കിൽ അഴിമുഖം അങ്ങനെ ഒന്നും അത്രയും നല്ല സൂപ്പറായിട്ട്. ആഴമൊന്നുമില്ല, ഇവരിങ്ങനെ ഏതോ തോടുകളിലായിട്ട് ബന്ധപ്പെടുന്ന ഭാഗം തോന്നുന്നുണ്ട്. ഇത് കടലിലേക്ക് വന്ന് ചേരുന്നത്. അപ്പോൾ കാണാൻ തന്നെ നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഇവിടുന്ന് കളിക്കുന്നുമുണ്ട്. നല്ലൊരു ഏരിയ, എന്താ പറയുക, ഒന്ന് എക്സ്പീരിയൻസ് ആവണം. ഈ സൈഡൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഏറ്റവും അതായത് കണ്ണൂർ ഭാഗത്തേക്ക്, അതായത് ബീച്ചിൽ നിന്ന് കണ്ണൂർ ഭാഗത്തേക്കുള്ള ആ വഴിയിലേക്കൂടെ ഇങ്ങനെ ബീച്ച് വഴി തന്നെ വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ വന്ന് ബീച്ച് തീരും. ഇവിടെ വന്നിട്ട് ഈ ഭാഗം ഇങ്ങനെ കാണാൻ പറ്റും. ഇവിടെ വന്നിട്ട് ചേരുന്നതാണ്. കുട്ടികളൊക്കെ ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട്. വെള്ളം കയറുന്ന സമയത്ത് എനിക്കൊന്ന് ഇവിടെ വരെ കയറലുണ്ടെന്ന് തോന്നുന്നുണ്ട് കാണുമ്പോൾ. അസ്മിന്റെ വീട് എവിടെയാ? അതെവിടെയാ? പാലക്കാടല്ലേ? നിങ്ങൾ ദിവസം വന്ന് കളിക്കലായിരുന്നു? അടിപൊളി സ്ഥലമാട്ടെ ഇത്. അങ്ങനെ ആർക്കും അറിയില്ല, അവിടെ വന്ന് പോകുന്നതല്ലാണ്ട് ഇവിടെ അങ്ങനെ ആരും വരുന്നില്ലല്ലോ. മുഖമ്പത്തല്ല. അപ്പൊ അവന്റെ പേരെന്താ? ഷാഫിയ ഗോളി? നീ ഭയങ്കര ഗോളിയാ? ഓക്കെ. നമ്മള് കണ്ണൂര്. ഓ, അവൻ ഭയങ്കര ഗോളിയല്ല ചെറിയവൻ. ഇതേക്കൂടെ കുറെ ആൾക്കാരോട് മീൻ പിടിക്കുന്നുണ്ട്. നമുക്ക് ആ മീനിലൊന്ന് കാണാം. ചെമ്മീൻ തല കേട്ടിയാ? ചെമ്പില്ല, ആ ചോന്ന ചെറുതല്ലേ? ചെമ്പില് കുട്ടിയല്ലേ? വേറെ ഒന്നും കൂടി കണ്ടു. ചെമ്മീൻ്റെ തലയാ. അവൻ ആ സൈഡിൽ കണ്ട. ഒരു മിനിറ്റേ, നിങ്ങളല്ലേ എവിടെ സ്ഥലം? തില്ലങ്കേരി. ഒരു മിനിറ്റ്, ഇതൊരു ഭയങ്കര സ്പെഷ്യൽ ഒരു മുടിയാണ് കേട്ടാ. പേരെന്താന്ന്? ഏത്? പ്രീത്ത. എവിടെ സ്ഥലം? ഇത് എത്ര കാലമായിട്ടില്ല മുടിയത്? 1.5 കൊല്ലം. ഇത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്? അല്ല, ഇത് എങ്ങനെ സംഭവം ഇങ്ങനെ മുകളിലോട്ട് നിൽക്കുന്നത്, താഴോട്ട് പോകാണ്ട്? എന്തെങ്കിലും ഷാമ്പൂ, ക്രീം അങ്ങനത്തെ? അടിപൊളി തന്നെ കേട്ടാ, വെറൈറ്റി അല്ലേ? ഓക്കെ. ഉസ്താദ് ഇറങ്ങി കുറച്ച് ഉള്ളിലേക്ക് ഉണ്ടാ. ഉസ്താദിന്റെ പേര് പറ. ഉസ്താദിന്റെ പേര് പറ. എന്താ ഉസ്താദിന്റെ പേര്? ഷംസുദ്ദീൻ. ഓ, ഇതന്നെ അല്ലേ? ഇതിന്റെ പേരെന്താ? ഈ മീനിന്റെ പേരെന്താ? കിടിങ്ങാച്ചി. അപ്പൊ ഉസ്താദ് ചെയ്യുന്നത്? ആ ഉസ്താദ് മുഴപ്പങ്ങാട് ഉസ്താദാ? പിന്നെ അതന്നെ മുഴപ്പങ്ങാട് മീൻ ബിരിയാണി ഭക്ഷണത്തിന്. അതന്നെ. അപ്പോ കല്യാണത്തിന് പോക്കണ്ട ബപ്പിന്റെ മനസ്സിൽ ഉസ്താദ് പറഞ്ഞ മുഴപ്പങ്ങാട് ഫേമസ് ഹോട്ടലല്ലേ? അപ്പൊ ഇവിടെ ഇങ്ങനെ വൈകുന്നേരം ആകുമ്പോ എപ്പോഴും വരാറുണ്ടല്ല? അങ്ങനെ. ഓ, റോക്കി പയ്യ. പേര് ജുനീദാ? കാടച്ചിറന്നെയാ? തില്ലങ്കേരി. സോറി,
തില്ലങ്കേരി എന്ന് പറയുമ്പോൾ നമ്മുടെ അല്ല ആ നമ്മുടെ വത്സൻ തില്ലങ്കേരി നാട്. ആ മനസ്സിലായി കാക്കങ്ങാട്. ഓക്കെ 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 ഓക്കെ. അപ്പൊ എങ്ങനെ വന്നിരിക്കും നിങ്ങൾ എല്ലാവരും കൂടി? ഓക്കെ ഓക്കെ. ഫോട്ടോ എടുത്ത് വന്നതാ എല്ലാവരും ഓരോ ഹോട്ടലിൽ വന്നതാ? ഓക്കെ ഓക്കെ. റമീസ് എവിടെ സ്ഥലം? ഓ നാദാവരെ കാര്യങ്ങള്. ഇവര് പേരെന്താ? ജാൻ പേരല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ ഈ കറങ്ങാനാണ് വന്നത്. ഓക്കെ ഓക്കെ. ഇത് നമ്മുടെ ഒരു ഹലോ ഒന്നും കൂടെ നോക്കിയാട്ടെ പോകാണ്ട്. എന്റെ പേരെന്താ? അല്ല അല്ലേ? എവിടെ ഗൾഫിലാ? അല്ല എവിടെയാ? ദുബായ്. അങ്ങനെ അവരോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ തിരിച്ച് ഇനി നേരെ വീട്ടിലേക്ക് പോകുന്ന രീതിയിൽ ഇങ്ങോട്ടേക്ക് നേരെ നമ്മുടെ എടക്കാട് പോയി ചേരുന്ന റോഡിലേക്ക് കാരണം. അപ്പോൾ ഇവിടുന്ന് കുറച്ച് മുന്നേ നമുക്ക് ലെഫ്റ്റ് റോഡുണ്ട്. നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ എടക്കാട് ആ ജംഗ്ഷനിലെ ഗേറ്റിലെത്തും. അല്ലെങ്കിൽ നമ്മൾ നേരെ പോയി മുഴപ്പിലങ്ങാട് അങ്ങ് വരെ പോകേണ്ട ആവശ്യമില്ല. നമ്മൾ വന്നത് അങ്ങനെ മുഴപ്പിലങ്ങാട് വഴിയാണ് വന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ അത് ചെന്ന് ഒരു റെയിൽവേ ക്രോസ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ നേരെ എടക്കാട് ടൗണിലേക്ക് നമ്മൾ എത്തിച്ചേരുക. അപ്പോൾ എടക്കാട് ലക്ഷ്യമാക്കിയിട്ട് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട് ഈ എൻട്രൻസിൽ ഈ ഭാഗത്ത്. അത്യാവശ്യം ഈ സമയം കൊണ്ട് ആൾക്കാർ എത്തി തുടങ്ങിയില്ല. എനിക്കൊന്ന് രാത്രിയാകുമ്പോൾ കുറച്ചും കൂടി ആൾക്കാരുണ്ടാവും വിചാരിച്ചു.
അപ്പൊ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിട്ട് ഇവിടെ നടാല് ഗേറ്റ് അടച്ചുകൊണ്ട് ഇവിടെ നിർത്തിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ വെറൈറ്റി ആയിട്ട് ഐറ്റംസ് ആണ് ഉള്ളത് കംപ്ലീറ്റ്. ചിക്കൻ നിങ്ങളല്ലേ പറയേണ്ടത്? നിങ്ങൾ പറ എന്തെല്ലാം ഉള്ളേ? ചിക്കൻ കൊണ്ടാട്ടുണ്ട്, ചിക്കൻ പെപ്പർ കാട ഫ്രൈ അല്ലേ? പിന്നെന്തെല്ലാം ഉള്ളേ? ചിക്കൻ ചുക്ക, ബോട്ടി, ലിവർ, പാർട്സ്, ബീഫ് ഫ്രൈ, ബീഫ് കറി, ബീഫ് ചില്ലി, ബീഫ് റോസ്റ്റ്. അതിൽ കഴിഞ്ഞില്ലേ മുട്ടന്റെ എന്താ ഒരു മസാല ഉണ്ട്, മുട്ട മസാല ഉണ്ട്. അപ്പൊ കാണാൻ പറ്റും. പിന്നെ ഇവിടെയുള്ള ചെറുകടികൾ എന്ന് പറയുന്നത് നമ്മുടെ കോഴിക്കാല് തലശ്ശേരി സ്പെഷ്യൽ, കോഴിക്കാല്, പക്കവട ഉണ്ട് അല്ലേ? മുട്ട ബജി, ബോണ്ട, പഴംപൊരി. പിന്നെ അവിടെ ഫ്രഷ് ആയിട്ട് നെയ്പ്പത്തിലുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഫ്രഷ്. പിന്നെ നമ്മുടെ സാധാ പൊറോട്ട നെയ്പ്പത്തിലുണ്ട്. ഈ നടാൽ വിഭവം അല്ലേ? നടാൽ ഗേറ്റ് വിഭവങ്ങള്. അപ്പൊ ഇനി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കയറുക. സലാല ഹോട്ടലാ? സലാല റെസ്റ്റോറന്റ് കയറുക. നിങ്ങൾ ഒന്ന് ടേസ്റ്റ് ചെയ്യുക, എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ കമന്റ് ചെയ്യുക ഭക്ഷണം കഴിച്ചിട്ട്. അപ്പൊ നമ്മളവിടെ ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് പുറപ്പെട്ട് ഇപ്പൊ നേരെ കണ്ണൂർ ലക്ഷ്യമാക്കി നീങ്ങിയാണ്. അപ്പൊ ഇപ്പൊ കാൽടെക്സിന് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ കാൽടെക്സ് നേരെ പാപ്പനശ്ശേരി നമ്മുടെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാന്ന്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കൂടി നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ ബൈ.